മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദത്തിൽ നിന്നും കെ.സി. വേണുഗോപാൽ പിന്മാറിയെന്ന സൂചന. ഈ കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു. കെ.സി. പക്ഷത്തിന്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കെന്നും വിവരം. അശ്വിൻ നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ.സി. വേണുഗോപാൽ ഒരുപക്ഷെ പിന്മാറും എന്നുള്ള സൂചനകൾ തന്നെയാണ്. അങ്ങനെ കെ.സി. വേണുഗോപാൽ പിന്മാറുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും കൃത്യമായ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാം എന്നുള്ള തരത്തിലാണ് കെ.സി. ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. രാഹുൽ ഗാന്ധിയുമായി കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ ഒരു അരമുക്കാൽ മണിക്കൂറോളമായിട്ട് നിർണായകമായ കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടക്കുകയാണ്. എന്തായിരിക്കും പ്രതികരണം എന്നുള്ളത് രാഹുൽ ഗാന്ധിയും കെ.സിയും കൂടിക്കാഴ്ച കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ചയാണ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേരുന്നത്. അതിരാവിലെ തന്നെ കെ.സിയെ നേരിട്ട് വിളിപ്പിക്കുകയും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് കെ.സി. വേണുഗോപാൽ പിന്മാറണം എന്നുള്ള തരത്തിലാണോ രാഹുൽ ഗാന്ധി കെ.സിയുമായി ചർച്ച നടത്തുന്നത്? കെ.സി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിന്മാറുന്നു എങ്ങനെയാണെങ്കിൽ തന്നെ പുതിയൊരു തർക്കം ഉടലെടുക്കാൻ പോകുക, അല്ലെങ്കിൽ പുതിയൊരു അനിശ്ചിതത്വം തുടരാൻ പോവുകയാണ്. കാരണം നമുക്കറിയുന്ന പോലെ തുടക്കം മുതൽ ഈ രമേശ് ചെന്നിത്തല ക്യാമ്പ് അത് ശാന്തമാണ്, വലിയ അടിക്കും പിടിക്കൊന്നുമില്ല. അവകാശവാദം ഉന്നയിച്ചാലും അവർ ശാന്തമായിട്ട് നിലകൊള്ളുകയായിരുന്നു. പോരുണ്ടായിരുന്നത് കെ.സി. വി.ഡി. പക്ഷങ്ങൾ തമ്മിലായിരുന്നു. അതിൽ കെ.സി. വേണുഗോപാൽ പിന്മാറുകയും കെ.സി. പിന്തുണച്ചവർ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്താൽ വീണ്ടും പ്രശ്നങ്ങൾ കുറച്ചുകൂടി ഇപ്പം ആർ.സി. വി.ഡി. ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ, അതോ ഒരൊറ്റപ്പേരിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് കഴിയുമോ? രമേശ് ചെന്നിത്തലയുടെ പേരാണ് ഒരുപക്ഷെ പറയുന്നതെങ്കിൽ കൃത്യമായി ഈ തരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾക്കെല്ലാം തന്നെ വിരാമമിടാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രമേശ് ചെന്നിത്തല സീനിയർ ആയിട്ടുള്ള നേതാവാണ്. ഈ പറഞ്ഞ പോലെ കെ.സി. വേണുഗോപാലിനെയും വി.ഡി. സതീശനെയും വളർത്തിക്കൊണ്ടുവന്നതിൽ വലിയൊരു പങ്കും രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ മുന്നോട്ട് വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല എന്നൊരു പക്ഷേ വി.ഡി. സതീശൻ്റെ ക്യാമ്പുകളിൽ നിന്നും വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനോട് യോജിച്ച് ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കാര്യങ്ങൾ ഇതുവരെ വി.ഡി. അല്ലെങ്കിൽ കെ.സി. അതിൽ നിന്നും ആർ.സിയിലേക്ക് സജീവമായി ചർച്ചകൾ പോവുകയാണോ അശ്വിൻ? ആർ.സിയിലേക്ക് ചർച്ചകൾ വഴിതിരിയുന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ പോകുന്നത് കൃത്യമായിട്ടും കെ.സി. വേണുഗോപാലിനെ നിയമസഭയ്ക്കകത്ത് പിന്തുണച്ച എം.എൽ.എമാർ തന്നെയാണ്. കെ.സിയുടെ മുഴുവൻ പിന്തുണയും ആർ.സിയിലേക്ക് പോകുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സേതു, ശരി, ചിത്രങ്ങൾ മാറി മറിയുകയാണോ എന്ന സംശയങ്ങൾ ബലപ്പെടുന്നു. കാരണം കെ.സി. വേണുഗോപാൽ നിലവിലെ തർക്കങ്ങളിൽ നിന്നും പിന്മാറുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഇനി ചർച്ചയ്ക്കില്ല, തർക്കത്തിനില്ല, താൻ പിന്മാറുന്നു എന്ന കാര്യം ഹൈക്കമാൻഡിനെ കെ.സി. അറിയിച്ചു എന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ കെ.സി. പിന്തുണച്ചവർ കൂട്ടമായും ആർ.സിക്കൊപ്പം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ചേരും, ആ ചേരിയിലേക്ക് പോകും. അപ്പോൾ കാര്യങ്ങൾ ഇനി പോകുന്നത് വി.ഡി. സതീശൻ നിന്ന് കെ.സി. മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വി.ഡി. സതീശനിൽ എന്ന പേരിലേക്ക് വരും. അങ്ങനെയല്ല, വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തല എന്ന പേര് സജീവമായി വീണ്ടും നിലനിൽക്കുന്നു എന്ന